എക്സാം കാപ്സ്യൂൾ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് NTPC പരീക്ഷകളുടെ വിവിധ ജോലി സാധ്യതകളെക്കുറിച്ച് ഗോകുൽ വിജയൻ സംസാരിക്കുന്നു. RRB നടത്തുന്ന NTPC എക്സാമിന്റെ പാറ്റേണും സിലബസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി ഡിസ്കസ് ചെയ്തതാണ്. ഈ എക്സാം എഴുതി നമ്മൾ പ്രവേശിക്കുന്ന ജോലികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. തുടക്കം ഏകദേശം 40,000 മുതൽ 80,000 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്നതാണ് റെയിൽവേ ജോലികൾ. ഇതിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതായത് TTE എന്ന് പറയുന്ന ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ഈ കാറ്റഗറിയിൽ പെടുന്ന ജോലികളിൽ ഒന്നാണ്. പിന്നെ ഒരു സ്റ്റേഷന്റെ മൊത്തം ഇൻചാർജായ സ്റ്റേഷൻ മാസ്റ്ററായും നിങ്ങൾക്ക് NTPC എക്സാം എഴുതി കയറാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗുഡ്സ് ഗാർഡ്, അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ ഓഫീസ് നാച്ചർ ജോലികളും ഇതിൽ പെടുന്നു. NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ജോലികൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ ജോലികളാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന RRBയും നിങ്ങൾ കൊടുക്കുന്ന പോസ്റ്റുകളുടെ പ്രിഫറൻസിനും മുമ്പായി അതിനനുസൃതമായ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. IRMM എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലും ഓരോ പോസ്റ്റിനും നോട്ടിഫിക്കേഷനിൽ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ കാഴ്ചയുടെ വ്യക്തതയും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം പോസ്റ്റ് പ്രിഫറൻസുകൾ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു എക്സാമിനായി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ 10th വരെ പഠിച്ച ബേസിക് സിലബസ് തന്നെയാണ് RRB NTPC പോലുള്ള എക്സാമുകൾക്കും ഉള്ളത്. അത് മാത്സ് ആയാലും ജനറൽ നോളജ് ആയാലും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആയാലും. ആദ്യം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യം എന്നത് ഈ എക്സാം എഴുതിയെടുത്ത് ജോലി നേടുക എന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനുപരി ഒരു ആവശ്യമായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്നത് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഗൈഡ് ചെയ്യുവാൻ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ഒരു എക്സ്പേർട്ട് ടീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിന്റെ ബേസിക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതും മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലും എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ റെഗുലറായി ചെയ്യുന്നതുമാണ്. ഈ എക്സാമിനായി തയ്യാറെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി തന്നെ ഇപ്പോൾ തന്നെ ഒട്ടും താമസിക്കാതെ ശുഭപ്രതീക്ഷയോടെ ഈ കേന്ദ്ര സർക്കാർ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം. ഓൾ ദ ബെസ്റ്റ്. RRB NTPC പരീക്ഷകളുടെ വിവിധ ജോലി സാധ്യതകളെക്കുറിച്ച് എക്സാം കാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത് ഗോകുൽ വിജയൻ. എക്സാം കാപ്സ്യൂൾ.